മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തത് ഇനി നമുക്ക് പറയാനുള്ളത്. ഫെബ്രുവരിയിൽ അതിന്റെ ടൈം ലൈൻ നൽകാനായേക്കും എന്നതാണ്. എൽസ്റ്റൺ നെടുമ്പാട എസ്റ്റേറ്റുകളിലെ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനം. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായുള്ള സർവേകൾ ജനുവരിയോടെ പൂർത്തീകരിക്കും. പരിശോധന പൂർത്തിയാക്കി ഭൂമിയുടെ ശാസ്ത്രീയത അടിസ്ഥാനമാക്കി പരമാവധി ഭൂമി ഉപയോഗപ്പെടുത്തിയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുക. ധനസഹായം ദീർഘിപ്പിച്ചു നൽകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ശുപാർശ നൽകാനും തീരുമാനമായിട്ടുണ്ട്. അനൂപ് KR ആണ് ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകാൻ രാവിലെ നമുക്കൊപ്പമുള്ളത്. അനൂപിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്ത ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. അനൂപ്, ഇന്ന് ഏതൊക്കെ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സർവേയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്? സർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഈ സർവേ ഏതൊക്കെ വിധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പുനരധിവാസം വളരെ വേഗത്തിലാക്കാനുള്ള അതിജീവന മാർഗം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളെല്ലാം സർക്കാർ നടത്തുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്ന ലക്ഷ്യമുണ്ട്. ആ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതെ, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ആദ്യഘട്ട പുനരധിവാസത്തിന് ഉള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഏതായാലും ജനുവരി 15 പുറത്തിറങ്ങാനിരിക്കുകയാണ്. 411 ആക്ഷേപങ്ങൾ നേരത്തെ പുറത്തിറക്കിയ കരട് ഗുണഭോക്തൃ ലിസ്റ്റിൽ മേലുണ്ടായിരുന്നു. അതെല്ലാം റവന്യൂ പഞ്ചായത്ത് സംഘങ്ങൾ പരിശോധിച്ച് അത് ലഘൂകരിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പരാതികളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും 15-ാം തീയതിക്കകം ഈ ഗുണഭോക്തൃ ലിസ്റ്റ് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ പരിഹരിക്കാനായി എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. രണ്ടാം ഘട്ടം ഫെബ്രുവരി മാസത്തോടുകൂടി രണ്ടാം ഘട്ട ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഏതായാലും അതിന്മേലും ഈ വിധത്തിൽ റവന്യൂ പഞ്ചായത്ത് അധികൃതരെല്ലാം വീണ്ടും പരിശോധന നടത്തുകയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധന നടത്തുകയും അതിന്മേലുള്ള എല്ലാ ആക്ഷേപങ്ങളും പരിഹരിച്ചാണ് ഏതായാലും രണ്ടാം ഘട്ട ലിസ്റ്റും പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ദിവസം മന്ത്രി K രാജൻ വയനാട്ടിലെത്തിയപ്പോൾ ഈ 2 ഘട്ടം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു പുതിയ അല്ലെങ്കിൽ ആ വിധത്തിൽ ചില പ്രചരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വിശദീകരണം നൽകുകയുണ്ടായി. ഈ 2 ഘട്ടം എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങളുടെ 2 ഘട്ടം എന്നുള്ള രീതിയിലാണ്. പുനരധിവാസത്തിൽ ഏതായാലും അതെല്ലാം ഒരുമിച്ചായിരിക്കും നടപ്പാക്കുക, ഒരുമിച്ചായിരിക്കും പുനരധിവാസം പൂർത്തിയാവുക എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം എൽസ്റ്റൺ അതോടൊപ്പം തന്നെ നെടുമ്പാല തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടക്കുകയാണ്. പ്രധാനമായും ഈ സ്ഥലത്തിന്റെ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ചുമതലപ്പെടുത്തിയ പ്രത്യേക ഓഫീസറുണ്ട്. ജയ.ഓരന്റെ നേതൃത്വത്തിലാണ് ഈ സംഭവത്തിൽ ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം നടത്തുന്നത്. എല്ലാ സർവേകളും ഈ ജനുവരിയിൽ പൂർത്തിയാക്കും. ഇതിനായി വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഭൂമിയുടെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളെയായി വിവിധ പരിശോധനകൾ സർവേകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ജനുവരിയോടുകൂടി അതെല്ലാം പൂർത്തീകരിക്കും. ഫെബ്രുവരി മാസത്തിൽ ഒരു ടൈം ലൈൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം ഫേസ് 1 ആയി ബന്ധപ്പെട്ട് ഒരു ടൈം ലൈൻ പ്രഖ്യാപിക്കാൻ സർക്കാരിനാകും എന്നാണ് മന്ത്രി K രാജൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ആ വിധത്തിൽ തന്നെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കൃഷി, സർവേ വകുപ്പ്, അതോടൊപ്പം വനം, റവന്യൂ വകുപ്പ് എന്നിവരുടെ സംയുക്ത ഒരു സർവേയാണ് ഏതായാലും ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സർവേയുടെ പ്രത്യേകത ആ സ്ഥലത്തുള്ള മരങ്ങൾ, കൃഷി സംബന്ധമായ വസ്തുക്കൾ, ഭൂമിയുടെ പ്രത്യേകത എന്നിവ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വില നിർണ്ണയം പറഞ്ഞതുപോലെയാണ് ജനുവരിയിൽ ഈ സർവേ നടപടികൾ പൂർത്തിയാകും. അടുത്ത മാസം ഫെബ്രുവരിയിൽ ടൈം ലൈൻ നൽകാൻ കഴിയുമെന്നതാണെങ്കിൽ അതിവേഗത്തിലാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു എന്നതാണ്. ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അവിടെ അതിനകത്ത് തന്നെ ഉപജീവന മാർഗം കൂടി സജ്ജീകരിച്ചുകൊണ്ടുള്ള ആണല്ലോ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതും അങ്കണവാടി, കുട്ടികളെ കരുതിയുള്ളത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജീവിത മാർഗങ്ങൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ, ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് അല്പം വൈകിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തോട്ടമുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതാണ്. അതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ആദ്യഘട്ടത്തിൽ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടുകൂടി അത്തരത്തിലുള്ള ഒരു സാഹചര്യവും സർക്കാരിന് മുന്നിൽ ഇപ്പോഴുള്ള സ്ഥലം ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ സാങ്കേതിക നടപടിക്രമങ്ങളുടെ ബാധ്യതയൊന്നും ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഇല്ല. ഏതായാലും അതാണ് പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സർക്കാരിനെ സഹായിച്ചത്. ഏതായാലും സർക്കാർ സംവിധാനങ്ങൾ ഇതിനായി ബന്ധപ്പെട്ട് സർക്കാർ ആവിഷ്കരിച്ച സംവിധാനങ്ങളെല്ലാം തന്നെ ആ വിധത്തിൽ സജ്ജമായിരുന്നു. അതാണ് പെട്ടെന്ന് തന്നെ ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടൻ തന്നെ ഈ നടപടികളെല്ലാം ആരംഭിക്കാൻ സർക്കാരിന് സാധിച്ചത്.
ഏതായാലും ആ വിധത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനുവരിയോടുകൂടി ഇത്തരത്തിലുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പിന്നീട് സ്ഥലമേറ്റെടുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരിയോടുകൂടി ഇത് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ ഒരു ടൈം ലൈൻ നൽകാൻ സാധിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഉണ്ടായിട്ടുള്ള ടൗൺഷിപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മുണ്ടക്കൈ ചൂരമല ജനകീയ സമിതി അംഗങ്ങൾ മന്ത്രി കെ രാജനെ നേരിട്ട് കാണുകയും ചെയ്തു. അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് ഈ സ്ഥലത്തിന്റെ കൽപ്പറ്റയിൽ 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റുമാണ് ഈ ടൗൺഷിപ്പിൽ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക. അവിടെയാണ് ഈ വീട് ഉണ്ടാവുക. അപ്പോൾ ഈ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ സ്ഥലം അല്പം വർദ്ധിപ്പിക്കണം എന്നൊരു അഭിപ്രായം രൂപപ്പെട്ടു. അതുപോലെ LDF യോഗത്തിലും ആ വിധത്തിൽ ചില അഭിപ്രായങ്ങൾ ഈ ദുരന്തബാധിതരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് ഈ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും മന്ത്രി കെ രാജൻ ഈ സമിതിയോട് പറഞ്ഞത് ഇത് സംബന്ധിച്ച ഒരു രൂപമാണ് ഇതുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഇതിലൊന്നും ഒരു ഇരുമ്പുലൊക്കെയല്ല അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അതെല്ലാം അവർക്കും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും അത് സംബന്ധിച്ച് ചില പ്രതിഷേധങ്ങളെല്ലാം രൂപപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചില ഭാഗത്തു നിന്ന്. ഏതായാലും അക്കാര്യങ്ങൾ കൂടി പരിശോധിക്കും. അതോടൊപ്പം അത് മാത്രമല്ല, ഈ ദുരന്തബാധിതരുടെ ഇപ്പോൾ നിലവിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളുണ്ട്, അത് പെട്ടെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് അവർ ആവശ്യപ്പെട്ടു. ഏതായാലും ഈ 300 രൂപ ദിനം യെസ്, അനൂപ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗം പുനരധിവാസത്തിനുള്ള ഒരു സംവിധാനങ്ങൾ, ക്രമീകരണങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് അതിന് വേണ്ട വിധത്തിൽ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് അവഗണന കാണിച്ച ഘട്ടത്തിൽ ആവശ്യമായ കേന്ദ്ര സഹായം നിഷേധിക്കുകയും അതിന് വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ഈ പുനരധിവാസം വളരെ വേഗത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടൈം ലൈൻ അടുത്ത മാസമാകുമെങ്കിൽ സർവേ നടപടികൾ ജനുവരിയിൽ തന്നെ പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ പുനരധിവാസത്തിലേക്ക് കേരളത്തിന് നടന്നു നീങ്ങാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്.